അവ്യക്ത സന്ദേശം. ഇന്ന് പ്രിയപ്പെട്ട ബാബയുടെ അടുക്കൽ വതനത്തിൽ ഭോഗുമായി എത്തിച്ചേർന്നു. വതനത്തിൽ എത്തിച്ചേർന്നപ്പോൾ കണ്ടത് ഇതാണ്. ഒരു ഭാഗത്ത് ശിവ് ബാബയുടെ മൂർത്തി വളരെ ഉയർന്ന പർവ്വതത്തിന്മേലെ ആയിരുന്നു. ഇനിയൊരു ഭാഗത്ത് ഒരു ദേവി ഇരിക്കുന്നുണ്ടായിരുന്നു. അതും വളരെ ഉയർന്ന പർവ്വതത്തിന്മേലായിരുന്നു. അപ്പോൾ ഞാൻ ബാബയോട് പറഞ്ഞു, ഇന്ന് ഈ ഒരു ദൃശ്യമാണ് എമർജ് ചെയ്തിരിക്കുന്നത്. പർവ്വതത്തിന്മേൽ ശിവ് ബാബയുമുണ്ട്, ദേവിയെയും ഇരുത്തിയിരിക്കുന്നു. അപ്പോൾ ഒരു നിമിഷം ബാബ എൻ്റെ നേർക്ക് നോക്കിയതിന് ശേഷം ബാബ പറഞ്ഞു, കുട്ടി, ലോകത്തിലും ശിവ് ബാബയുടെ മാന്യത വളരെ ഉയർന്ന പർവ്വതത്തിന്മേൽ കാണിക്കുന്നു. എത്ര പ്രയത്നത്തോടെയാണ് പോകുന്നത്. ദേവിമാരുടേതും ഉയർന്ന പർവ്വതത്തിൽ കാണിക്കുന്നു. അപ്പോൾ ബാബ പറഞ്ഞു, ലോകത്തിൽ ഭക്തിയിൽ ഈ സ്മാരകം തുടർന്നു വരുന്നു. എന്നാൽ അതിൻ്റെ അർത്ഥം ലോകത്തിലുള്ള കുട്ടികൾ അറിയുന്നില്ല. എന്നാൽ ബാബയുടെ കുട്ടികളായ നിങ്ങൾ ഇത്രയും ഉയർന്ന സ്ഥാനത്ത് ഇരിക്കുകയാണ്. തൻ്റെ സ്ഥിതിയെയും അത്രയും ഉയർന്നതാക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാബ പിന്നെ കാണിച്ചത് ഇതാണ്. ഒരു ഉയർന്ന പർവ്വതമുണ്ട്, പിന്നെ ചില ചെറുതുമുണ്ട്, ചിലർ താഴെയും ഇരിക്കുന്നു. ബാബ പറഞ്ഞു, ഇതും ബ്രാഹ്മണ കുട്ടികളായ നിങ്ങളുടെ സ്മാരകമായി ഭക്തിയിൽ തുടർന്നു വരുന്നു. ബാബ 4 ഭാഗത്തുമുള്ള ദൃശ്യം കാണുമ്പോൾ ബാബയ്ക്ക് തൻ്റെ കുട്ടികളെ പ്രതി ഈ ഒരു സൂചന ഉള്ളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് വരാൻ പോകുന്ന സമയത്ത് എങ്ങനെയുള്ള പരിതസ്ഥിതിയായിരുന്നാലും, എങ്ങനെയുള്ള കാര്യങ്ങൾ ആയിരുന്നാലും, എങ്ങനെയുള്ള സമസ്യകൾ ആയിരുന്നാലും, ബാബ പറഞ്ഞു, പരിതസ്ഥിതികൾ ബാബയുടെ വീടായ മധുബനിൽ വരികയല്ല. എന്നാൽ ബാബയുടെ സർവ സ്ഥാനങ്ങളിലും പരിതസ്ഥിതികൾ വരുന്നു. ചിലപ്പോൾ സഹോദരി സഹോദരന്മാരുടെ ഭാഗത്തു നിന്നും, ചിലപ്പോൾ പുറത്തുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്നും. അപ്പോൾ ബാബ പറഞ്ഞു, ചെറിയൊരു സ്ഥാനം ആയിരുന്നാലും വലിയ സ്ഥാനം ആയിരുന്നാലും, ആ സ്ഥാനത്തെയും വരുന്നവരായാലും അവിടെ കഴിയുന്നവർ ആയാലും കുട്ടികളായ നിങ്ങൾ പവർഫുൾ ആക്കി മാറ്റണം. ബാബ പിന്നെ അതിനോടൊപ്പം മറ്റൊരു ദൃശ്യം കൂടി എമർജ് ചെയ്തു. ബാബ പറഞ്ഞു, കുട്ടി നോക്കൂ, ക്ഷേത്രത്തിൽ വിശേഷ രൂപത്തിൽ ഒരു ദീപം കത്തിക്കുന്നു. ആ ദീപത്തിൻ്റെ പ്രകാശം വളരെ കുറവായിരിക്കും, എന്നാൽ അതിൽ ശക്തി നിറഞ്ഞിരിക്കുന്നു. എത്ര പേർ അതിനെ നമിക്കുന്നു, മുകളിൽ കൈ കറക്കുന്നു ശക്തി എടുക്കുന്നതിന് വേണ്ടി. അപ്പോൾ ബാബ പറഞ്ഞു, ഭക്തിയിൽ കേവലം സ്മാരകമാണ്. എന്നാൽ ഇത് വാസ്തവത്തിൽ കുട്ടികളായ നിങ്ങളുടെ സ്മൃതിയുടെ ഒരു സ്വരൂപം അവർ വച്ചിരിക്കുന്നതാണ്. ബാബ കുട്ടികളായ നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു സൂചന നൽകുകയാണ്. വരാൻ പോകുന്ന സമയത്തേക്ക് വേണ്ടി കുട്ടികളായ നിങ്ങൾ തൻ്റെ ഉള്ളിൽ അത്രയും ആത്മശക്തിയും ആത്മജ്യോതിയും ഉണർത്തി വയ്ക്കണം. ഇത്രമാത്രം ശക്തി നിറച്ചുകൊണ്ട് പോകണം. ബാബ പറഞ്ഞു, പുറമേയുള്ള എങ്ങനെയുള്ള ആത്മാവ് വന്നാലും, പുറമേ നിന്നുള്ള എങ്ങനെയുള്ള പരിതസ്ഥിതി വന്നാലും, ബാബയുടെ കുട്ടികളായ നിങ്ങൾ ആ സ്ഥിതിയിലിരുന്ന് അചഞ്ചലമായി സദാ നിലനിൽക്കണം. ബാബ വിശേഷിച്ച് ഇപ്പോൾ സമയമനുസരിച്ച് തൻ്റെ കുട്ടികളെ എമർജ് ചെയ്യുന്നു, ഭോഗ് സ്വീകരിപ്പിക്കുന്നു. ബാബ കാണുന്നുണ്ട് ലോകത്തിലും എപ്രകാരമാണ് നിലവിളികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്ന്, എങ്ങനെയെല്ലാമാണ് ആത്മാക്കൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ബാബയ്ക്ക് ഒരു ഭാഗത്ത് ആ ആത്മാക്കളെ പ്രതി ദയയും വരുന്നു, മറുഭാഗത്ത് ബാബ ആ കുട്ടികൾക്ക്
ബലവും നൽകുന്നു. കാരണം ആ ആത്മാക്കളും ബാബയുടെ കുട്ടികളാണ്. ബാബ പറയുന്നു, ബാബ ഏതൊരു കാര്യമാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, കുട്ടികളായ നിങ്ങളും ആ കാര്യം ചെയ്യേണ്ടതുണ്ട്. സമയമനുസരിച്ച് തൻ്റെ സ്ഥിതിയും തൻ്റെ സ്ഥാനവും വളരെയധികം പവർഫുൾ ആക്കണം, ശക്തിശാലിയാക്കി മാറ്റണം. ഇപ്രകാരം പറഞ്ഞതിനു ശേഷം ബാബ വളരെ സ്നേഹത്തോടെ ഭോഗ് സ്വീകരിച്ചു. ഏത് ആത്മാക്കളെ പ്രതിയുള്ള ഓർമ്മകളും ഭോഗും ആയിരുന്നുവോ, ബാബ അവരെ എമർജ് ചെയ്തുകൊണ്ട് മധുബന്റെ ഭോഗ് സ്വീകരിപ്പിച്ചു. പിന്നെ ബാബ പറഞ്ഞു, വന്നു ചേർന്ന എൻ്റെ എല്ലാ കുട്ടികൾക്കും, മീറ്റിങ്ങിന് വേണ്ടി വരാൻ പോകുന്നവർക്കും വിശേഷ ഓർമ്മകൾ നൽകണം. കാരണം എല്ലാ കുട്ടികളും ഇപ്പോൾ ഏകതയുടെ നൂലിൽ സ്വയം തന്നെ ബന്ധിക്കണം. എല്ലാവരും ആ രീതിയിൽ ബന്ധിച്ച് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ കുട്ടികളായ നിങ്ങൾ ഏതൊരു ഘോഷം മുഴക്കുന്നുവോ അത് പരിപക്വവും ശക്തവും ആകും. ഇപ്രകാരം പറഞ്ഞ ശേഷം ബാബ എല്ലാവർക്കും വളരെയധികം ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹസ്മരണകൾ നൽകി. സ്നേഹസ്മരണകൾ സ്വീകരിച്ചുകൊണ്ട് താഴെ എത്തിച്ചേർന്നു. ഓം ശാന്തി.